വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാകും, കാരണം അത്രയ്ക്ക് നല്ല ഒരു പ്രോഡക്റ്റ് ആണ്. റെയർലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, പക്ഷെ നമ്മൾ പറയാൻ പോകുന്ന കൂട്ട് റെയർലി അവൈലബിൾ ആണ്. കൂടാതെ ഇക്കോ ഫ്രണ്ട്ലി ആണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മൾ ലോക്കലി മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ബിസിനസ് കിട്ടും. അത് നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ്. കാരണം പ്രോഡക്റ്റ് ഉണ്ടാക്കിയോണ്ട് മാത്രം ഒന്നും ആകുന്നില്ല. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഈ സാധനം ഒന്ന് മാർക്കറ്റ് ചെയ്യാനായിട്ട്. മാർക്കറ്റിംഗ് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രോഡക്റ്റും വിജയിക്കും. അപ്പോൾ ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കാം. ഇതൊരു ഗ്ലാസ് ക്ലീനർ ആണ്. നമ്മളുടെ വീട്ടിൽ ഒരുപാട് തരത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട്. നമ്മളുടെ ജനാലകൾക്ക് ഗ്ലാസ്സുകളുണ്ട്, നമ്മളുടെ കാറിന് വിൻഡോ ഗ്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് തരത്തിലുള്ള ഗ്ലാസ്സുകൾ, സ്ലൈഡിംഗ് ഡോറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കാണും. ഈ ഗ്ലാസ് ഒക്കെ ഒന്ന് ഡസ്റ്റ് പിടിക്കും, രണ്ട് അതിൽ മെഴുക്ക് പിടിക്കും. അതായത് നമ്മളുടെ കൈകൊണ്ടൊക്കെ തൊട്ട് കഴിയുമ്പോൾ അതിലെ എണ്ണമയവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് ഇതിങ്ങനെ കുഴഞ്ഞിരിക്കും. ഇതൊക്കെ ഒന്ന് സാധാരണ വെള്ളത്തിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ പാടാണ്. അതിന് പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ക്ലീനറാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ പ്രോഡക്റ്റ് ചെറിയ ലെവലിൽ ഉണ്ടാക്കി നിങ്ങൾ ഇതൊന്ന് സ്വയം ട്രൈ ചെയ്ത് നോക്കുക. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്കത് പ്രൊഡക്ഷനിലേക്ക് കടക്കാവുന്നതാണ്. ചെറിയ എമൗണ്ടേ ആകുകയുള്ളൂ. ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്ക് ലോക്കലി ചെറുതായിട്ട് സപ്ലൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താണ് ഇതിന് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും ആദ്യം വേണ്ടത് വൈറ്റ് വിനെഗർ ആണ്. വിനാഗിരി 1 കപ്പ് വേണം. അതായത് 250 ml വേണം. ചെറിയ ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. പിന്നെ വേണ്ടത് റബ്ബിംഗ് ആൽക്കഹോൾ ഉണ്ട്. അതായത് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയും. അത് നിങ്ങളുടെ കെമിക്കൽ ഷോപ്പിൽ കിട്ടും. അത് വേണം 1 കപ്പ് 250 ml. പിന്നെ വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടർ ആണ്. 2 കപ്പ് 500 ml. ഇത് ബാറ്ററി കടകളിലൊക്കെ കിട്ടുന്നതാണ്. ഇനി അഥവാ അത് കിട്ടിയില്ലെങ്കിൽ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതൊന്ന് തണുപ്പിച്ചെടുത്താൽ മാത്രം മതിയാകും. പിന്നെ വേണ്ടത് കോൺ സ്റ്റാർച്ച് ആണ്. അത് വേണം 1 ടേബിൾ സ്പൂൺ. കോൺ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ എസൻഷ്യൽ ഓയിൽ, അത് ഓപ്ഷണൽ ആണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയാകും. ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ്, ജാസ്മിനോ ഇല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രാഗ്രൻസ് കൊടുക്കാൻ പറ്റും. അത് 10 തുള്ളി വേണം. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് കൊടുക്കുന്ന സാധാരണ ലെമൺ ഇല്ലെങ്കിൽ ലാവൻഡർ അതുപോലെയുള്ള സ്മെല്ലാണ് കൊടുക്കാറുള്ളത്. ഓക്കെ. പിന്നെ വേണ്ടത് സ്പ്രേ ബോട്ടിൽസ് ആണ്. നമ്മൾ ഈ പ്രോഡക്റ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് 500 ml സ്പ്രേ ബോട്ടിൽസ് കിട്ടും. അത് വാങ്ങിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ലേബിൾസ് ആണ്. നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടിച്ച പ്രിന്റ് ചെയ്ത ലേബൽ നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ചെയ്തെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടത്. പ്രൊപ്പോർഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഒരു വലിയ ജാർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മളുടെ ആദ്യത്തെ എന്താണ് വിനാഗിരി ഒഴിക്കുക. അതിനുശേഷം റബ്ബിംഗ് ആൽക്കഹോൾ ഒഴിക്കുക. അതിനുശേഷം നമ്മളുടെ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക. ഇത് മൂന്നും കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കോൺഫ്ലോർ അതിനകത്തേക്ക് ഇട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇളക്കി ആ സ്റ്റാർച്ച് അല്ലെങ്കിൽ ആ ഫ്ലോർ എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് എത്തി എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ എസൻഷ്യൽ ഓയിൽ അതിനകത്തേക്ക് ഒഴിക്കുക. വീണ്ടും ഇളക്കുക. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കൃത്യമായിട്ട് ഇളക്കി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് 500 ml ബോട്ടിലുകളിലേക്ക് ഇത് പകർന്നെടുക്കാവുന്നതാണ്. അതിനൊരു ഫണൽ ഉപയോഗിച്ച് ഒഴിക്കുകയാണെങ്കിൽ, ചോർപ്പ് ഇല്ലെങ്കിൽ ഫണൽ ഉപയോഗിച്ച് ഒഴിക്കുകയാണെങ്കിൽ എങ്ങും പുറത്തു പോകാതെ നമുക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഒഴിക്കാൻ പറ്റും. ഓക്കെ. ഇതിനുശേഷം നമ്മളുടെ ബ്രാൻഡിങ്ങിന്റെ സ്റ്റിക്കർ ഇതിന്റെ മേളിൽ ഒട്ടിക്കുക, മാർക്കറ്റിൽ ഇറക്കുക. ഇത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കൊടുക്കണം ആളുകൾക്ക്. സാമ്പിൾ കൊടുത്ത് അവരുടെ വിശ്വാസ്യത ഒന്ന് പിടിച്ചു പറ്റിയതിനു ശേഷം തീർച്ചയായിട്ടും നന്നായിട്ട് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് ലൈസൻസും കാര്യങ്ങളും ഒന്നും ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ഇത്രയും കാര്യം ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് ഒരു 500 ml ബോട്ടിൽ തയ്യാറാക്കാനായിട്ട്, ഇൻക്ലൂഡിങ് ബോട്ടിൽ തയ്യാറാക്കാനായിട്ട് 35 രൂപ 40 രൂപയുടെ ഇടയ്ക്കാണ് വരുന്നത്. ദെൻ നമുക്ക് ഈ 500 ml വിൽക്കാൻ പറ്റുന്നത് നമുക്കൊരു 120 രൂപ പെർ ബോട്ടിൽ വരെ വിൽക്കാൻ പറ്റും. അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. 40 രൂപയ്ക്ക് ഉണ്ടാക്കിയ സാധനം നമുക്ക് 120 രൂപ വരെ വിൽക്കാം. 100 തൊട്ട് 120.
രൂപ വരെ വിൽക്കാൻ പറ്റും. 100 രൂപയ്ക്ക് കൊടുത്താൽ പോലും പെർ ബോട്ടിൽ 60 രൂപ ലാഭമാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, സ്വയം ഉപയോഗിച്ച് നോക്കുക. ഓക്കെയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ എടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.